പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള വാണിയംകുളത്തുള്ള മനോഹരമായ ഒരു വീടിന്റെ ലാൻഡ്സ്കേപ്പ് വർക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. താണ്ടൂര് സ്റ്റോണും അതുപോലെ തന്നെ കോബിൾ സ്റ്റോണും ഒക്കെ വിരിക്കുന്നതിനൊപ്പം അത് ആ വീടിന്റെ ആ ഒരു പരിസരം മൊത്തം ഒരു നാച്ചുറൽ ഫീൽ വരും വേണം. എന്നാൽ ഓർണമെന്റൽ പ്ലാന്റ്സുകൾ വെക്കും വേണം. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് വേണം. ഇങ്ങനെയൊക്കെയാണ് അവരുടെ എഞ്ചിനീയർ എന്നോട് പറഞ്ഞത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ വീടിന്റെ വർക്ക്. നിങ്ങൾ നോക്കുക. ഇതിനുശേഷം ഈ വീടിന്റെ ആദ്യത്തെ വീഡിയോ ആണിത്. കാരണം ഇത് കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഒറ്റപ്പാലത്തെ മനോഹരമായ ആ ഒരു സൈറ്റ് ഇതാണ്. ഒറ്റപ്പാലം വാണിയംകുളത്താണ്. ഈ രാഖിൽ എന്നാണ് അദ്ദേഹത്തിന്റെ ഈ വീട്ടുടമസ്ഥന്റെ പേര്. അദ്ദേഹത്തിന്റെ സ്വപ്ന ഭവനമാണിത്. ഇതിന്റെ കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു, ഇതിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നല്ല വീഡിയോ വരുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട്. അപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് സമയത്തെ വീഡിയോകളാണ് അതിനകത്തുള്ളത്. ഇവിടെ നമ്മൾ വിരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇവർക്കൊരു ഡ്രൈവ് ഉണ്ട്. ഈ ബ്രിഡ്ജിൽ നിന്ന് തുടങ്ങുന്ന ഡ്രൈവ് ഒരു മെറ്റൽ ബ്രിഡ്ജാണ്. അതിന് തുടങ്ങുന്ന ആ ഒരു ഡ്രൈവേയിൽ ഈ ഒരു ഗ്യാപ്പിനകത്ത് കോബിൾസ് ആണ് വെക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോൺ നെൽസാപുരം കോബിൾസ് ആണ്. അപ്പോൾ ഡ്രൈവ് വണ്ടി പോകാനുള്ള ആ ഒരു ഗ്യാപ്പിലാണ് നമ്മൾ നെൽസാപുരം കോബിൾ വെക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ താണ്ടൂർ സ്റ്റോണിന്റെ 2x1.5 2x2 സ്റ്റോണുകളാണ്. 50 mm സ്റ്റോണുകളാണ് വെച്ച് കുറച്ച് ഭാഗം ഇച്ചിരി ഭാഗം 40 mm വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ സൈറ്റ്. ഇവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്. ഈ ഏരിയ ഒക്കെ നമുക്ക് ലാൻഡ്സ്കേപ്പ് ചെയ്യാനായിട്ടുള്ളതാണ്. അതായത് നാച്ചുറലായിട്ട് ഇവരുടെ തന്നെ ഒരു ആർക്കിടെക്റ്റ് ഉണ്ട്. അവരുടെ ആഗ്രഹം എങ്ങനെയാ വെച്ചാൽ ഒരു കണ്ടു കഴിഞ്ഞാൽ പക്ക നാച്ചുറലായിട്ട് ഫീൽ ചെയ്യണം. അതുകൊണ്ടാണ് നാച്ചുറൽ സ്റ്റോൺ തന്നെ അവിടെ വിരിച്ചത്. ഈ ഗ്യാപ്പിനകത്താണ് നമ്മൾ കോബിൾ സ്റ്റോൺ വെക്കുന്നത്. 4 ഇഞ്ച് കോബിൾ സ്റ്റോൺ നെൽസാപുരം. അത് നല്ല കനമുള്ള കല്ലാണ്, അറിയാലോ. അൺഷേപ്ഡ് ആയിട്ടാണ് താഴെ ഭാഗത്ത് വരിക. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വിരിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഡ്രൈവേയുടെ കുറച്ച് ഭാഗങ്ങൾ ഇനി ബാക്ക് സൈഡ് വിരിക്കാനുണ്ട്. അതുപോലെ മുകൾ വശത്ത് ആ ഭായിമാർ വെള്ളമടിക്കുന്ന ആ ഭാഗത്ത്, വെള്ളം തെളിക്കുന്നില്ല, ആ ഭാഗത്ത് നമുക്ക് വിരിക്കാനുണ്ട്. വളരെ നല്ല മനോഹരമായിട്ടാണ് നമ്മൾ ലാൻഡ്സ്കേപ്പിൻ്റെ ഏരിയയിൽ കല്ല് കട്ട് ചെയ്തത്. ഒരു അൺഷേപ്ഡ് ആയിട്ട് ഒരു എസ് ടൈപ്പൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്തത്. അത്യാവശ്യം നല്ല റാമ്പുള്ളത് കൊണ്ട് തന്നെ ഇവിടെ കോബിൾ മസ്റ്റ്. അപ്പോൾ വീൽ സ്പേസ് ആണ് നമ്മൾ കോബിൾ വെക്കുന്നത്. കോബിൾ അദ്ദേഹം തന്നെ എടുത്തു തരാണ് ചെയ്തത്. നമ്മൾ താണ്ടൂർ സ്റ്റോൺ മാത്രമേ ചെയ്തുള്ളൂ. താണ്ടൂർ സ്റ്റോൺ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് നമ്മളെടുത്ത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ സൈഡ് കണ്ടില്ലേ, അവിടെയൊക്കെയാണ് ലാൻഡ്സ്കേപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ ഇവിടെ വരുന്നുണ്ട്. ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അത് 2-3 മാസം കഴിയുമ്പോഴാണ് തിക്നെസ് വരിക. ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പലതരം പ്ലാന്റ്സുകൾ വെച്ചും ബുദ്ധപാമ്പുണ്ട്. അതുപോലെ തന്നെ പീസ് ലില്ലി, കലാത്തി, ഹൈലിക്കോണിയ, കൊലോക്കേഷ്യ, അങ്ങനെ എല്ലാ പ്ലാന്റ്സുകളും, സ്പൈഡർ ലില്ലി എല്ലാം വെച്ചിട്ടുണ്ട്. ഇതാണ് അവരുടെ നൈറ്റ് വ്യൂ കേട്ടോ വീടിൻ്റെ. അപ്പോൾ ഏകദേശം എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഇനി കുറച്ച് വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളതിന് ശേഷം നല്ലൊരു വീഡിയോ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ ലാൻഡ്സ്കേപ്പ് ചെയ്ത് സ്റ്റോണിനോട് ചേർന്ന് പേൾ ഗ്രാസും പ്ലാന്റ്സുകളൊക്കെ ചെയ്ത ഏരിയ. അതിനകത്ത് നാച്ചുറൽ ഫീൽ വരാൻ വേണ്ടിയിട്ട് അവർ കുറേ കല്ലുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. വളരെ മനോഹരമാണ്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ്. വയലിനടുത്തുള്ള വീടാകുന്നതുകൊണ്ട് തന്നെ പക്ക നാച്ചുറൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സുകൾ വെച്ചിരുന്നു. വിയറ്റ്നാം സൂപ്പർലി അങ്ങനെ കുറേ സംഭവങ്ങൾ വെച്ചിരുന്നു. ഫൈക്കസ്, ചൈന ഡോള്, അതുപോലെ തന്നെ ബാംബൂസ്, ഫിംഗർ അരളിയ, ഫിംഗർ പാമ്പ്, ഒരുപാട് സംഭവങ്ങൾ. കൊലോക്കേഷ്യയൊക്കെ വലുതും ചെറുതൊക്കെ വെച്ചിട്ടുണ്ട്. പല ആളുകളുടെയും ടേസ്റ്റ് പല രൂപത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തത്. ഇവരുടെ നിർബന്ധ പ്രകാരമാണ്. അതുപോലെ തന്നെ പാത്ത് വേക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റുള്ള ഒരു കടപ്പ സ്റ്റോണാണ് നമ്മൾ വിളിച്ചത്. പാത്ത് വേ സ്റ്റോൺ ആയിട്ട് തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട്. ഒരു ബ്ലാക്ക് കളറും, നമ്മുടെ താണ്ടൂർ സ്റ്റോൺ ആണെങ്കിൽ ഗ്രേ കളറാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് എൻട്രി വരുന്നത് ഈ രൂപത്തിൽ. അതൊക്കെ എഞ്ചിനീയറിന്റെ കൺസെപ്റ്റ് തന്നെയാണ്. നമ്മളതുപോലെ വർക്ക് ചെയ്തോളൂ. പുള്ളി പറഞ്ഞു ഞങ്ങളതുപോലെ വർക്ക് ചെയ്തോളൂ. നിങ്ങളുടെ വീടിന്റെ പരിസരവും മുറ്റവും ഒക്കെ മനോഹരമാക്കി തരാം. നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 8848658704. മറക്കരുത്, വിളിക്കുക. അഗ്രോ ജൈവ ലാൻഡ്സ്കേപ്സ്. താങ്ക് യു.